ആ സർ കേൾക്കുന്നുണ്ട്. Okay. Okay, in the last class we discussed adjacency, right? So we discussed 4 adjacency, 8 adjacency, and m adjacency. And we also discussed neighbors of a pixel. That means 4 neighborhood, diagonal neighborhood, and 8 neighborhood. Okay. So we have been discussing a problem that is okay. So you'll be given a okay. You have been given a matrix that is 0, 1, 1, 0, 1, 0, 0, 0, 1. So this is our arrangement of pixels. Okay. So we have indicated the fourth neighborhood of pixels. I mean for adjacency of pixels. Okay. അപ്പോൾ അതെങ്ങനെയായിരുന്നു വന്നത്? ഇങ്ങനെയായിരുന്നു വന്നല്ലേ അഡ്ജസൻസി കാണിച്ചത് ഫോർ അഡ്ജസൻസി. ഓക്കെ, ഫോർ അഡ്ജസൻസി കാണിച്ചിട്ടില്ലേ? ഫോർ അഡ്ജസൻസി കാണിച്ചല്ലേ അഭിജിത്ത്? Okay. Okay, similarly, how can we draw 8 adjacency? How can we show that are 8 adjacent? Okay. എങ്ങനെ വരക്കോ 8 അഡ്ജസൻ്റ് ആയിരിക്കുന്ന പിക്സൽസിന്റെ ഡയഗ്രം എങ്ങനെ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെക്ക് ചെയ്യാന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പം ഈ ഒരു പിക്സൽ ചെക്ക് ചെയ്തു. നമ്മുടെ സെറ്റിലുള്ള വാല്യൂ 1 ആണ്. ഓക്കെ, സോ വി എന്ന് പറഞ്ഞ സെറ്റിലുള്ളത് 1 എന്ന് പറഞ്ഞ പിക്സൽ മാത്രമാണ് അല്ലേ. അപ്പോൾ 0 നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ 1 എന്ന് പറഞ്ഞ പിക്സൽ അടുത്ത പിക്സലുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ അടുത്ത തൊട്ടടുത്തുള്ള 1. അപ്പൊ ഈ 1ഉം ഈ 1ഉം അത് രണ്ടും 8 അഡ്ജസൻ്റ് ആണോ? എയ്റ്റ് അഡ്ജസൻ്റ് ആണോ? യെസ് അല്ലേ. ഈ രണ്ട് പിക്സൽസ് 8 അഡ്ജസൻ്റ് ആണ്. താഴത്തെ പിക്സൽ നമ്മൾ നോക്കുക, 8 അഡ്ജസൻ്റ് ആണോ? അതെ അല്ലേ. അപ്പൊ ഈ പിക്സൽ ബാക്കിയുള്ള പിക്സൽസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, തൊട്ടടുത്തുള്ള നെയ്ബേഴ്സുമായിട്ട് നോക്കുക. അപ്പൊ നെയ്ബേഴ്സുമായിട്ട് നോക്കുമ്പോൾ 8 അഡ്ജസൻ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം ഈ പിക്സൽ ഈ രണ്ട് പിക്സൽസുമായിട്ട് 8 അഡ്ജസൻ്റ് ആണ്. ഇനി സിമിലർലി വി ഹാവ് ടു കൺസിഡർ ദ സെക്കൻഡ് പിക്സൽ. ഇത് പി ആയിട്ട് എടുക്കുക, ബാക്കിയുള്ള പിക്സൽസിന് ക്യൂ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതും തമ്മിൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് എന്താണ് 8 അഡ്ജസൻ്റ് ആണെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത അതിന് വരുന്ന പിക്സൽ ഈ ഒരു 1 വരുന്നുണ്ട്. ഈ 1ഉം 8 അഡ്ജസൻ്റ് ആണോ? 4 അഡ്ജസൻ്റ് അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ്, 8 അഡ്ജസൻ്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വരക്കും അല്ലേ. അത് കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചുകൊണ്ട് കാണിക്കുക. സിമിലർലി ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പിക്സലാണ്, സെൻട്രലുള്ള ഈ പിക്സൽ. അപ്പോൾ സെൻട്രലുള്ള പിക്സൽ ബാക്കി 3 പിക്സലുമായിട്ടുള്ള അഡ്ജസൻസി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഒരു 1ഉമായിട്ട് മാത്രമുണ്ട് ബാക്കി. ആ 1ഉം 8 അഡ്ജസൻ്റ് ആണോ? ഈ താഴത്തെ ഈ 1ഉം 8 അഡ്ജസൻ്റ് ആണോ? യെസ്, ശരിയാണ് അല്ലേ. അപ്പോൾ അത് 8 അഡ്ജസൻ്റ് ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആയിരിക്കും ഈ ഒരു അറേഞ്ച്മെന്റ് ഓഫ് പിക്സൽസിന്റെ 8 അഡ്ജസൻസിനെ നമുക്ക് ണ്ടോ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? ദീപ്തി ക്ലിയർ ആണോ പറഞ്ഞ? അശ്വിത ക്ലിയർ അല്ലേ 8 അഡ്ജസൻസി? സൗമ്യ ഇല്ല, ഓക്കെ ആണോ? ഓക്കെ, ഇനി m adjacent ആണോ എന്നാണ്. We need to check whether these arrangements what are the m adjacent pixels. ഇതിൽ നമ്മൾ ഈ adjacency നോക്കുമ്പോൾ രണ്ട് പിക്സൽസ് തമ്മിൽ m adjacents ആണോ? നമ്മൾ 4 adjacency നോക്കി, 8 adjacency നോക്കി. Now we are going to check m adjacency. അപ്പം m adjacency ഒബേ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. രണ്ട് കണ്ടീഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കണ്ടീഷൻസ്? എന്തായിരുന്നു? ഒന്ന്,
ക്യൂ എൻ ഫോർ ഓഫ് പി, പിയും ക്യൂ ആണ് രണ്ട് പിക്സൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്യൂ എൻ ഫോർ ഓഫ് പിയിലും മെമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, പിക്സൽസ് എം അഡ്ജസന്റ് ആണ്. അതായത് 4 അഡ്ജസന്റ് ആയിട്ടുള്ള പിക്സൽസ് എല്ലാം എം അഡ്ജസന്റ് ആണ്, നമുക്കത് പറയാൻ പറ്റും. അല്ലെങ്കിൽ അടുത്ത നമ്മൾ ക്യൂ എൻ ഡി ഓഫ് പി ആണെങ്കിൽ, അതായത് ഡയഗണൽ എലമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്താ കണ്ടീഷൻ, എന്താ കണ്ടീഷൻ, എന്താ കണ്ടീഷൻ അഭിജിത്ത്? N4 of P union N4 of Q ന്റെ കേൾക്കുന്നില്ല. ഓക്കെ, N4 ഓഫ് Q എന്ന് പറയുന്നതിൽ എന്തുണ്ടാകാൻ പാടില്ല, അതിലുണ്ടാകുന്ന സെറ്റില് ആ വാല്യൂ എന്ത് കോമൺ സബ്സെറ്റിലുള്ള വാല്യൂ. അപ്പൊ എന്തായിരിക്കണം അതില്, N4 ഓഫ് P ഇന്റർസെക്ഷൻ N4 ഓഫ് Q എന്ന് പറയുന്നത് എം ടി ആയിരിക്കണം. നമ്മളെ നമ്മളെ വി എന്ന് പറയുന്ന സെറ്റിലുള്ള വാല്യൂ അതിലുണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് അത് ചെയ്യാന്ന്. ഓക്കെ, ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പിക്സൽ വാല്യൂ ഇതേപോലെ തന്നെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം ആ രണ്ട് പിക്സൽസ്, ഇത് പിയും ഇത് ക്യൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പിക്സൽ വെച്ചിട്ടാണ് ചുറ്റിലുള്ള പിക്സൽസിനെല്ലാം നമ്മൾ ക്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും. ഫസ്റ്റ് ഇപ്പൊ 0 നമ്മുടെ സെറ്റിൽ 0 ഇല്ല, 1 മാത്രമേ ഉള്ളൂ. സോ വി ഡോണ്ട് നീഡ് ടു കൺസിഡർ പിക്സൽ വാല്യൂ വിത്ത് 0. നമ്മൾ 1 മാത്രമേ കൺസിഡർ ചെയ്യണ്ടു ഹിയർ. അപ്പൊ ഇനി നമ്മൾ നോക്കുക, ഈ 1ഉം ഈ 1ഉം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അത് രണ്ടും എം അഡ്ജസന്റ് ആണോ? ഈ പിക്സലും എം അഡ്ജസന്റ് ആണോ അല്ലയോ? യെസ്. എന്തുകൊണ്ടാണ് എം അഡ്ജസന്റ് ആയത്? 4 adjacent ആയിരുന്നു. സോ ഇതാണ് നമ്മൾ എം അഡ്ജസന്റ് ആയി. സർ ഓഡിയോ കട്ടാവുന്നു. എങ്ങനെ കട്ടാവുന്നുണ്ട്? കേൾക്കുന്നില്ലേ? ഓഡിയോ കട്ടാവുന്നുണ്ട്. അത് ഇപ്പൊ കേൾക്കുന്നില്ലേ? സ്റ്റക്ക് ആയിട്ടാണ്. ഓക്കെ ഓക്കെ, കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നില്ല? ക്ലിയർ കുറവാകുന്നുണ്ട്. ഓക്കെ, കേൾക്കുന്നില്ല ഇപ്പൊ? ഇപ്പം കേൾക്കാം. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് രണ്ട് പിക്സൽസ് നമ്മൾ ചെക്ക് ചെയ്തു. നമുക്ക് പറഞ്ഞു നമ്മൾ എം അഡ്ജസ്റ്റന്റ് ആണെന്ന് എം അഡ്ജസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, ബിക്കോസ് ദേ ആർ 4 അഡ്ജസ്റ്റന്റ് ടു. അപ്പോൾ ഇനി അടുത്ത രണ്ട് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അടുത്ത പിക്സൽ നോക്കി. ഈ പിക്സൽ ഇത് എം അഡ്ജസ്റ്റന്റ് ആണോ? താഴത്തെ പിക്സൽ എം അഡ്ജസ്റ്റന്റ് ആണോ? അതെ. എന്തുകൊണ്ടാണ് എം അഡ്ജസ്റ്റന്റ് ആയത്? അത് 4 അഡ്ജസ്റ്റൻസി ഒബേ ചെയ്യുന്നതുകൊണ്ടാണ് അതും എം അഡ്ജസ്റ്റന്റ് ആയത്. ഓക്കെ, അപ്പോൾ ആ പിക്സലിന്റെ നെയ്ബേഴ്സിനെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ആദ്യത്തെ ഈ പിക്സലിന്റെ നെയ്ബേഴ്സിനെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഇനി നമ്മൾ ഇത് ചെക്ക് ചെയ്യണം, രണ്ടാമത്തെ ഈ പിക്സലിനെ ചെക്ക് ചെയ്യാം. ഈ പിക്സലിന് ചുറ്റിലുള്ള നെയ്ബേഴ്സിനെല്ലാം നമ്മൾ ക്യൂ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ക്യൂ ആണെന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എം അഡ്ജസ്റ്റന്റ് ഇതാണെന്ന് പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എം അഡ്ജസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പിക്സലിന് ഡയഗണൽ ആണെന്ന് നമുക്കറിയാം. അതായത് ഇത് 4th നെയ്ബർ അല്ല എന്ന് നമുക്കറിയാം, പക്ഷെ ഡയഗണൽ ആണെന്ന് പറയാം. അപ്പൊ ഡയഗണൽ ആണോ നമ്മൾ നോക്കി, ഡയഗണൽ ആണ് അല്ലെ, ഇത് രണ്ട് പിക്സൽസും ഡയഗണൽ ആണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് N4 ഓഫ് P ഇന്റർസെക്ഷൻ N4 ഓഫ് Q എം ടി ആയിരിക്കണം. അപ്പൊ N4 ഓഫ് P, ഇപ്പൊ ഇതാണ് P അല്ലെ, ഇത് Q ആണ്. അപ്പം N4 ഓഫ് P എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പിക്സൽസാണ് വരിക? N4 ഓഫ് P എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പിക്സൽസ് വരും? 1ഉം 0. 1ഉം 0 എന്ന് വെച്ചാൽ ഇതാ, ഇതിന് ചുറ്റിലുള്ള N4 ഓഫ് P ഉള്ള പിക്സൽസ് അതൊക്കെ ഏതാണ്? ഒന്ന് ഇത് അല്ലെ, N4 ഓഫ് P, അത് 4th നെയ്ബർഹുഡ് ഒബേ ചെയ്യുന്ന പിക്സൽ ഒന്ന് ഇതാണ്, ഒന്ന് ഇത്. അപ്പൊ N4 ഓഫ് P എന്ന് പറയുന്നത് ഈ രണ്ട് പിക്സൽസ് ആണ്, ഈ 1ഉം ഈ 0 ആയിരിക്കും N4 ഓഫ്. മനസ്സിലാവുന്നില്ല? സിമിലർലി നൗ യു ഹാവ് ടു ചെക്ക് N4 ഓഫ് Q. N4 ഓഫ് Q എന്ന് പറഞ്ഞാൽ ഇതിന്റെ 4th നെയ്ബർഹുഡ് ഒബേ ചെയ്യുന്ന പിക്സൽസ് ഏതൊക്കെയാണ്? ഇതിന്റെ 4th നെയ്ബർഹുഡ് ഒബേ ചെയ്യുന്ന പിക്സൽസ് ഏതൊക്കെയാണ്? പറ. 1 0 ഈ ഒരു 1 വരും, പിന്നെ ഈ ഒരു 0 വരും, ഈ ഒരു 0 വരും, ഈ ഒരു 0 വരും അല്ല, ഇതൊക്കെ ആയിരിക്കും
N4 of Q എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അശ്വിത മനസ്സിലാവുന്നുണ്ടോ? ഹർഷ് ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പൊ N4 ഓഫ് പി നമ്മൾ കണ്ടുപിടിച്ചു. ഈ ക്രോസ് ഇട്ടത് N4 ഓഫ് പി ആണ്. ഞാൻ ഈ ടിക്ക് ഇട്ടത് N4 ഓഫ് ക്യൂ ആണ്. ഫൈൻ, N4 ഓഫ് ക്യൂ ആണ്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്നാ? N4 ഓഫ് ക്യൂ ഇന്റർസെക്ഷൻ N4 ഓഫ് ക്യൂ, N4 ഓഫ് പി ഇന്റർസെക്ഷൻ N4 ഓഫ് ക്യൂ. അപ്പൊ ഇതിൽ രണ്ടിലും ഇന്റർസെക്ഷൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? N4 ഓഫ് പിയിലും N4 ഓഫ് ക്യൂവിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? അതായത് 1 0 നമ്മൾ പറയുമ്പോൾ ഏത് 1 ആണെന്ന് വെച്ചാൽ ഇതിൽ 1 0 മാത്രമേ ഉള്ളൂ. അപ്പം ഒന്ന് ഈ 1 ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്നതാണ് അല്ലേ? ഞാനൊരു ടിക്ക് ഇട്ടിട്ടുണ്ട്, ക്രോസും ഇത് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു 1 ഫസ്റ്റ് ഈ 1ഉം പിന്നെ ഏതാണ് ഈ ഒരു 0 എന്താണ്? ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പൊ 1 0 നമ്മൾ കോമൺ ആയിട്ട് വരുന്ന, അതായത് ഇന്റർസെക്ഷൻ ആണ്. ഇനി അപ്പൊ എന്താ നമ്മൾ കണ്ടീഷൻ എന്താ? N4 ഓഫ് പി ഇന്റർസെക്ഷൻ N4 ഓഫ് ക്യൂല് ക്യൂ എന്ന് പറഞ്ഞ സെറ്റ് എന്തായിരിക്കണം? എം ടി ആയിരിക്കണം. എം ടി ആവുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമ്മുടെ വി എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വാല്യൂസ് ഇതിൽ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായ? ഇതിലുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? അത് എം അഡ്ജസന്റ് ആണെന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഇത് ഈ സെറ്റിലുള്ള വാല്യൂ ഇതിലില്ലേ? ഇല്ലേ? ഇല്ലേ അഭിജിത്ത്? ഉണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് എന്തല്ല? ഈ രണ്ട് പിക്സൽസും തമ്മിൽ എന്തല്ല എം അഡ്ജസന്റ് അല്ല. മിക്സഡ് അഡ്ജസൻസി ഒബേ ചെയ്യുന്നില്ല. എം അഡ്ജസന്റ് അല്ല കേട്ടോ. പിക്സൽ ഒരേ വാല്യൂ ഉണ്ടെങ്കിൽ എം അഡ്ജസന്റ് അല്ല എന്നാണ്. അതായത് എം ടി ആയിരിക്കണം. അതായത് ഈ 1 ഇപ്പൊ സപ്പോസ് ഇവിടെ നമ്മളിപ്പോ എടുത്തത് ഇപ്പം ഇവിടെ ഇപ്പൊ സപ്പോസ് ഇവിടെ 0 ആണെന്ന് വിചാരിക്കും. ഇവിടെ 0 ആണെങ്കിൽ ഞാൻ വെറുതെ എഴുതുവാണ്. ഇവിടെ 0 ആണെങ്കിൽ നമുക്ക് കിട്ടുക ഈ 0 ആണ് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെറ്റിൽ വരുന്നത്. ഈ സെറ്റിൽ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നമ്മുടെ സെറ്റിലെ 1 ആണ്, ഇവിടെയുള്ള 0 ആണ്. അങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ രണ്ട് എം അഡ്ജസന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായ? എന്നുവെച്ചാൽ ഈ സെറ്റിലുള്ള വാല്യൂ ഇതിലില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ? പക്ഷെ ഞാനിവിടെ 1 ആണ് നമ്മളെ ക്വസ്റ്റ്യനിലുള്ളത്. സോ അവിടെ ആ 1 വരുന്നുണ്ട്. അപ്പം 1 കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായി? എം അഡ്ജസന്റ് ആവില്ല. ആ പ്രോപ്പർട്ടി നോക്കാം. എം അഡ്ജസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ശിശിര മനസ്സിലായോ? സൗമ്യ ക്ലിയർ ആണോ പറഞ്ഞ? Okay. And similarly, we have to check whether these numbers are, whether these elements are M adjacent or not. അപ്പൊ M adjacent or not എന്ന് വെച്ചാൽ ഇത് രണ്ടും ഫോർത്ത് അല്ല, നമ്മൾ കണ്ടു ഫോർത്ത് അല്ല അല്ലേ? ഇനി ചെക്ക് ചെയ്യണ്ടേ ഡയഗണൽ എലമെന്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഡയഗണൽ എലമെന്റ്സ് ആണോ? ഡയഗണൽ എലമെന്റ്സ് ആണോ? അതെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഈ കണ്ടീഷൻ നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലത്തെ N4 ഓഫ് പി ഇന്റർസെക്ഷൻ N4 ഓഫ് ക്യൂ എന്ന് പറയുന്ന വാല്യൂസിലെ സെറ്റിൽ എന്തുണ്ടാകാൻ പാടില്ല? നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത സെറ്റിലുള്ള മെമ്പർ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറ അത് അഡ്ജസന്റ് ആണോ അല്ലയോ എന്ന്. അതൊന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോ പിക്സൽസ് ഹൂസ് വാല്യൂസ് ആർ ഫ്രം ദ സെറ്റ് വി. അപ്പൊ ആദ്യം N4 ഓഫ് പി നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഒരു വെറുതെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. N4 ഓഫ് ക്യൂ നോക്കുക, ക്രോസ് ചെയ്ത് കൊടുക്കുക. അത് രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എടുത്ത് എഴുതുക. ആ എലമെന്റ്സ് വീലുണ്ടോ എന്ന് നോക്കുക. വീലുണ്ടെങ്കിൽ എം അഡ്ജസന്റ് അല്ല. വീലില്ലെങ്കിൽ എം ടി ആണെങ്കിൽ വീലില്ലാത്ത വാല്യൂസ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? എം അഡ്ജസന്റ് ആണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എം അഡ്ജസന്റ് ആണെന്നാണ് സൗമ്യ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടുന്നത്?
ആർക്കെങ്കിലും ഇതുണ്ടോ? അഭിജിത്ത് എന്താണ് എം അഡ്ജസ്റ്റൻ്റ് ആണോ അല്ലയോ? അരുൺ ചെയ്ത് നോക്കിയോ? ഹരിത ഹർഷ ചെയ്ത് നോക്കിയോ? പാർവതി ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എം അഡ്ജസ്റ്റൻ്റ് ആണോ അല്ലയോ ഒന്ന് നോക്കാം. എം അഡ്ജസ്റ്റൻ്റ് ആണോ? എല്ലാവർക്കും എന്താ കിട്ടിയത്? ആണെന്നാണോ കിട്ടിയത്? ഓക്കെ. അപ്പം ഡയഗണൽ എലമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ വി ഹാവ് ടു ചെക്ക് നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? n4 ഓഫ് പി ഇന്റർസെക്ഷൻ n4 ഓഫ് ക്യൂ. ഞാൻ ഇവിടെ ഇതിനെ പി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ആൻഡ് ദിസ് ഈസ് ദ ക്യൂ. ഓക്കെ. അപ്പൊ എന്താ n4 ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n4 ഓഫ് പി എന്തൊക്കെ വരുമോ? ഏതൊക്കെ വരും n4 ഓഫ് പി? പറ. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോ? കേൾക്കുന്നില്ലേ പറയുന്നത്? 1 0 0 7. അതായത് E1 മുകളിലത്തെ 1 E0 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 ഇതൊക്കെയാണ് n4 ഓഫ് പി എന്ന് പറയുന്നത്. ഇനി n4 ഓഫ് ക്യൂ, n4 ഓഫ് ക്യൂ ഏതൊക്കെ വരുമോ? ഏതാ വരുമോ? 0 0, അതായത് E0 അല്ലേ? അതുപോലെ E0. അപ്പൊ ഇതിനകത്തുള്ള കോമൺ n4 ഓഫ് പി ഇന്റർസെക്ഷൻ n4 ഓഫ് ക്യൂ ഏതൊക്കെ വരുമോ? E0 E0. ഓക്കെ. അപ്പം നമ്മുടെ സെറ്റിലുള്ള വാല്യൂ ആണോ ഇവിടെ കിട്ടിയത്? ആണോ? അല്ല അല്ല, സെറ്റിൽ 1 ആ ഉള്ളത്, നമുക്ക് ഇവിടെ കിട്ടിയ 0 ആണ്. അപ്പോൾ അങ്ങനെ എം ടി ആണ് അല്ലേ? ഇവിടെയുള്ള ഈ വാല്യൂ ഇവിടെ ഇല്ല. അപ്പം ആ സെറ്റ് എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇതെന്താണ്? ഈ രണ്ട് വൺസും എം അഡ്ജസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇത് മനസ്സിലായോ ശരിക്കും എല്ലാവർക്കും? ഇങ്ങനെ വരച്ചു കൊടുക്കും അത്. അപ്പോൾ അത് രണ്ട് നമുക്ക് കണക്റ്റഡ് ആണ് എന്ന് പറയാം. എം അഡ്ജസ്റ്റൻസി ഒബേ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ ഒരു കണ്ടീഷനും കൂടി എഴുതണം കേട്ടോ. എന്തുകൊണ്ടാണ് എം അഡ്ജസ്റ്റൻ്റ് ആയത്, എന്തുകൊണ്ടാണ് 8 അഡ്ജസ്റ്റൻ്റ് ആയത്, എന്തുകൊണ്ടാണ് 4 അഡ്ജസ്റ്റൻ്റ് ആയത് എന്നൊക്കെ നിങ്ങൾ ആ കണ്ടീഷനും കൂടി എഴുതി കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. അഭിജിത്ത് ക്ലിയർ അല്ലേ പറഞ്ഞത്? ആ സർ ക്ലിയർ. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾ എഴുതിക്കോളും. Consider the two image subsets. Consider the two image subsets. Consider the two image subsets S1 and S2 shown in figure. Consider the two image subsets S1 and S2 shown in figure. For V, set V ആണ്. For V is equal to 1. ഒറ്റ എലമെന്റ് ഉള്ളൂ 1. For V is equal to 1, determine whether the two subsets are the two subsets are 4 adjacent. ഒന്നാമത്തത് 4 adjacent, രണ്ടാമത്തെ B 8 adjacent and C M adjacents. ആ സെറ്റ് നിങ്ങൾ എഴുതിയെടുത്തോളൂ. സെറ്റല്ല, രണ്ട് ഇമേജ് ആണ് കേട്ടോ. ഇമേജ് കാണിച്ച് പറഞ്ഞുതരാം.
ഓക്കെ, ആ വാല്യൂസ് വരച്ചെടുക്കും, എഴുതിയെടുക്കും. വരച്ചോ എല്ലാവരും? എഴുതിയെടുത്തോ? ഹലോ, ഓക്കെ. ഓക്കെ, അപ്പം നമ്മൾ എന്താ ക്വസ്റ്റ്യൻ വായിച്ച്? വി ആർ കൺസിഡറിങ് 2 ഇമേജ് സബ്സെറ്റ്സ്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് S1 ആൻഡ് S2 അല്ലേ? അപ്പോൾ അത് രണ്ടും അഡ്ജസൻസി, അതിൻ്റെ രണ്ട് സെറ്റിൻ്റെ അഡ്ജസൻസി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ എപ്പോഴായിരിക്കും രണ്ട് സബ്സെറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ട് ഇമേജസ് ആണിത് അല്ലേ? ആ രണ്ട് ഇമേജസ് അഡ്ജസൻ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? 4 അഡ്ജസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 8 അഡ്ജസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്, ഓർ M അഡ്ജസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? അതിൻ്റെ ബൗണ്ടറിയിലുള്ള പിക്സൽസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ബൗണ്ടറിയിലുള്ള പിക്സൽസ് തമ്മിൽ ഈ പറയുന്ന പോലെ, അതായത് ഇതിൻ്റെ ബൗണ്ടറിയിലുള്ള പിക്സൽസ് എന്ന് പറയുന്നത് ഏതാ? ഈ 0 0 1 0 ആണ് അല്ലേ S2ൻ്റെ. അതുപോലെ S1ൻ്റെ ബൗണ്ടറിയിലുള്ള പിക്സൽസ് ഏതാ? ഈ രണ്ട് സെറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണ്ടു. അപ്പം അതിൻ്റെ അകത്തുള്ള പിക്സൽസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് രണ്ടും എന്താണ്, അഡ്ജസൻ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ, അതായത് ഈ സെറ്റ് രണ്ടും അഡ്ജസൻ്റ് ആണോ നോക്കണം. ബൗണ്ടറിയിലുള്ള പിക്സൽസ് തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള അഡ്ജസൻസി ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലേ? അപ്പോൾ ഇവിടെ V എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽ എന്താ ഉള്ളത്? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 വരുന്ന കണ്ടീഷൻ മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വൺസ് ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള 1കൾ തമ്മിൽ അടുത്തടുത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഏത് രീതിയിലാണ്? 4 അഡ്ജസൻ്റ് ആണോ, അല്ലെങ്കിൽ 8 അഡ്ജസൻ്റ് ആണോ, ഓർ M അഡ്ജസൻ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, വി ക്യാൻ കൺക്ലൂഡ് ദീസ് സബ്സെറ്റ്സ് ആർ അഡ്ജസൻ്റ് ഓർ നോട്ട്. വെദർ അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. രണ്ട് ബൗണ്ടറിയിലുള്ള പിക്സൽസ് തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അഡ്ജസൻസ്, ബൗണ്ടറിയിലുള്ള പിക്സൽസിന്റെ അഡ്ജസൻസ് ചെക്ക് ചെയ്ത് നോക്കുക. ബൗണ്ടറിയിലുള്ള പിക്സൽസ് അഡ്ജസൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ സബ്സെറ്റ്സ് അഡ്ജസൻ്റ് ആണെന്ന് അല്ലേ? അപ്പോൾ ഇതിലേതൊക്കെ പറഞ്ഞ 4 അഡ്ജസൻ്റ് ആണോ, 8 അഡ്ജസൻ്റ് ആണോ, M അഡ്ജസൻ്റ് ആണോ, 3 കണ്ടീഷനും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ എങ്ങനെ ചെയ്യാം? ഇതിൻ്റെ അകത്ത് ഈ നെയ്ബർഹുഡ് പിക്സൽസ് ആയിട്ട് വരുന്നത് 0 0 0 1 0 0 1 0 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതൊക്കെ നെയ്ബേഴ്സ് ആണ്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? ഏത് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടൂ? അഭിജിത്ത്? ബൗണ്ടറിയിലുള്ളത്. ഈ രണ്ട് 1 മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്താ വെച്ചാൽ സെറ്റിലാകെ 1 ഉള്ളൂ. സെറ്റിലെ 0 ഉണ്ടെങ്കിൽ ഓരോന്നും കൺസിഡർ ചെയ്യണം അല്ലേ? തമ്മിലുള്ള ഓരോ പിക്സൽസുകൾ തമ്മിലും ഈ 0 കൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ ചെയ്തിട്ട് അഡ്ജസൻസി ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടു? ഈ 1 മാത്രമേ നമ്മുടെ സെറ്റിൽ പറയുന്നുള്ളൂ അല്ലേ? അപ്പം 1 മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ രണ്ട് 1കൾ തമ്മിൽ ഈ 1ഉം അഡ്ജസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ അഡ്ജസൻ്റ് ആണെങ്കിൽ ഓരോ കണ്ടീഷൻ 4 അഡ്ജസൻസി ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദീ സബ്സെറ്റ്സ് ആർ 4 അഡ്ജസൻറ്റ്. സിമിലർലി M അഡ്ജസൻസിയും അതുപോലെ 8 അഡ്ജസൻസിയും നിങ്ങൾ നോക്കുക. ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഈ 1ഉം 4 അഡ്ജസൻ്റ് ആണോ നോക്ക്. ആണെങ്കിൽ ആനുള്ള കാരണം, അല്ലെങ്കിൽ അല്ലാതിരിക്കാനുള്ള കാരണം നിങ്ങൾ മെൻഷൻ ചെയ്യണം അതിൽ. താഴെയുള്ള 1 എടുക്കണ്ട, താഴെയുള്ള 1s നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ ഈ സബ്സെറ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 2 ബ്ലോക്കുകൾ മാത്രമാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. ഇത് ഒരിക്കൽ പ്രോബ്ലം ചോദിച്ചാണ് കേട്ടോ, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എപ്പോഴും ചോദിക്കാറുണ്ട് ഇത് M അഡ്ജസൻസിയും 4 അഡ്ജസൻസി അതുപോലെ 8 അഡ്ജസൻസി ഒക്കെ തിയറി പോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ എഴുതുമ്പോഴെപ്പോഴും ചെറിയ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ, ഇപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലുള്ള ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് 1s ആദ്യത്തെ 4 അഡ്ജസൻസി നോക്കുക. 4 അഡ്ജസൻ്റ് ആണോ?
ഫോർ അഡ്ജസൻസി എങ്ങനെ ചെക്ക് ചെയ്യുക? N4 of P and Q എന്ന് പറയുന്നത് Q ഷുഡ് ബി എ മെമ്പർ ഓഫ് N4 of P ആയിരിക്കണം അല്ലേ? അങ്ങനെ കണ്ടീഷൻ വരുന്നുണ്ടോ? ഇല്ല. അപ്പം ഫോർ അഡ്ജസന്റ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പം അതിന്റെ കാരണം ജസ്റ്റ് അതിന്റെ റീസൺ എന്താണെന്നും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പം സബ്സെറ്റ്സ് S1 and S2 ആർ നോട്ട് ഫോർ കണക്റ്റഡ് ഓർ ഫോർ അഡ്ജസന്റ് എഴുതാം. എന്താ കാരണം? Q ഈസ് നോട്ട് ഇൻ ദ സെറ്റ് ഓഫ് N4 of P. പിയും ക്യൂവും നിങ്ങൾക്ക് അവിടെ ചെറുങ്ങനെ മാർക്ക് ചെയ്തിടാം, എന്നിട്ട് എഴുതാം Q is not in the set of N4 of P. P and Q are not for പറഞ്ഞോ. ബൗണ്ടറി മാത്രമേ നോക്കണ്ടു, അപ്പുറത്തി ഇപ്പുറത്തി നോക്കണ്ട. വേണ്ട ബൗണ്ടറി മാത്രമേ നമ്മൾ ബൗണ്ടറിയിലുള്ള പിക്സൽസ് അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, രണ്ട് എന്താ പറയുക ഒരു ഒബ്ജക്റ്റുകൾ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? അതിന്റെ ബൗണ്ടറി തമ്മിൽ കണക്ട് ചെയ്താൽ പോരെ? അപ്പൊ ബൗണ്ടറിയിലുള്ള പിക്സൽസ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ചെക്ക് ചെയ്ത് നോക്ക് whether these pixels are 8 connected or not. അതൊക്കെ എളുപ്പത്തിൽ പറയാം. 8 connected ആണോ പാർവതി? അല്ലേ? 8 adjacent ആണ്. These pixels are 8 adjacent. ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? M adjacent ആണോ എന്ന്. M adjacent ആണെങ്കിൽ എന്താ കണ്ടീഷൻ ഇപ്പൊ നമ്മൾ ചെയ്തതാണ് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അത് N4 of P, Q is in the member, Qയും Pയും ഫോർത്ത് നെയ്ബേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ വി നീഡ് ടു ചെക്ക് വെദർ ദേ ആർ ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ ആണോ നോക്കുക. ഡയഗണൽ നെയ്ബർഹുഡ് ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഡയഗണൽ നെയ്ബർഹുഡ് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കണ്ടീഷൻ N4 of P ഇന്റർസെക്ഷൻ N4 of Q എന്ന് പറയുന്നതിൽ സെറ്റിൽ എന്തുണ്ടാകാൻ പാടില്ല? നമ്മുടെ സെറ്റിലുള്ള വിയിലുള്ള സെറ്റ് ഉണ്ടാകാൻ വിയിലുള്ള നമ്പേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ഷുഡ് ബി എംപ്റ്റി. M adjacent ആണോ അഭിജിത്ത്? അപ്പൊ എന്തൊക്കെയാ സെറ്റ് വരുക? ഫസ്റ്റ് ഞാനിതിനെ P ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഓക്കെ, ഇതിൻ്റെ അകത്ത് വരുന്ന N4 of P ഏതൊക്കെ വരുമോ? ഇത് ശരിയല്ല? ഇനി N4 of Q നോക്കുമ്പോഴോ ഇത്. അപ്പോൾ ഇതിൽ കോമൺ അപ്പൊ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് എന്താ ഉള്ളത്? ഈ ഒരു 0 മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ സെറ്റ് ഓഫ് വി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? P and Q are അല്ലെങ്കിൽ സബ്സെറ്റ് S1 and S2 are M adjacent or M connected എന്ന് പറയാം അല്ലേ? അപ്പൊ അത് മനസ്സിലായോ എല്ലാവർക്കും? കൺഫ്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും? അർച്ചിത ക്ലിയർ അല്ലേ? ഓക്കെ. അരുൺ അവിടെ ഇല്ലേ? ശിശിര ഓക്കെ അല്ലേ? സനില മനസ്സിലായോ? ഹർഷ് ഓക്കെ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഡിസ്റ്റൻസ് മെഷേഴ്സ്. അപ്പം നമ്മൾ പിക്സൽസിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യും, അല്ലെങ്കിൽ ഏത് ടൈപ്പ്, പല ടൈപ്പിലുള്ള ഡിസ്റ്റൻസ് മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസ് മെഷേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. measures. Okay. അപ്പോൾ P and Q, സപ്പോസ് പിയും ക്യൂവും Z ഉണ്ടെന്ന് വരിക്കും. ഓക്കെ, 3 പിക്സൽസ് ഉണ്ട്. ഒന്ന് P, ഒന്ന് Q, ഒന്ന് അടുത്തത് Z. അപ്പോൾ അതിന് ഓരോന്നിനും കോർഡിനേറ്റ്സ് ഉണ്ടെന്ന് വരിക്കുക. X, Y. സപ്പോസ് P ഇവിടെയുള്ള പിക്സലാണ്,
അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് XY ആണ്. Q വേറെ എവിടെയുള്ള പിക്സലാണ്, അതിൻ്റെ കോർഡിനേറ്റ് ഞാൻ ST എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ Z എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പിക്സലും കൂടി ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, Z. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് VW. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇത് ഓരോന്നും ഓരോ സ്പേസിലുള്ള പിക്സൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ D ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. നമ്മൾ രണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ D ഓഫ് P, Q, അതായത് D എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് ഡിസ്റ്റൻസ് ആണ്. D ഓഫ് P, എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ഇഫ് P നോട്ട് ഈക്വൽ ടു Q. പിയും ക്യൂവും ഒരേ പിക്സൽസ് അല്ലെങ്കിൽ ഒരേ പിക്സൽസ് അല്ലെങ്കിൽ D ഓഫ് PQ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ? P നോട്ട് ഈക്വൽ ടു Q. ഇനി D ഓഫ് PQ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എപ്പോഴായിരിക്കും? ഡിസ്റ്റൻസ് 0 ആയിരിക്കും. എപ്പോഴാണ്? പറ. P equal to Q. P ഈക്വൽ ടു Q ആയിരിക്കുന്ന സമയത്ത് അല്ല, പിയും ക്യൂ ഒരേ ലൊക്കേഷനിലുള്ളെങ്കിൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ പറയുന്നത് രണ്ടും, അതായത് D ഓഫ് PQ, P-ന്ന് Q-ലേക്കുള്ള ഡിസ്റ്റൻസ്, P-ന്ന് Q-ലേക്കുള്ള ഡിസ്റ്റൻസും Q-ന്ന് P-ലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? D of PQ is equal to D of QP. Okay. Okay, D of PQ that is equal to D of QP. Okay. Any D of PZ, D of PZ നമ്മൾ കാണുന്നു. അത് മൂന്നാമത്തെ ഒരു പിക്സലിലേക്കുള്ള ഡിസ്റ്റൻസ്. P-ന്ന് Z-ലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാണുന്നത് D of PZ. Okay, D of PZ should be less than or equal to D of PQ plus D of QZ. D of PQ plus D of PQ plus D of QZ. ഓക്കെ, അപ്പം D of PZ, P-ന്ന് Z-ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഞാൻ വരച്ച പ്രകാരം ഈ D of PQ plus D of QZ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? D of PZ കിട്ടി. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കും. സപ്പോസ് ഞാൻ ഇവിടെയാണ് പിന്നെ Z-ന്റെ പൊസിഷൻ എന്ന് വിചാരിക്കും. ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ VW എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉള്ളത്. Z എന്ന് പറഞ്ഞ പിക്സൽ ഇവിടെയാണെന്ന് വിചാരിക്കും. അപ്പോൾ D of PQ എടുത്തു, നമ്മൾ ഡിസ്റ്റൻസ് എടുത്തു, ഇത് D1 എന്ന് എടുത്തു. D of QZ എടുത്തു, ഇത് D2 എന്ന് എടുത്തു അല്ലേ? അതുപോലെ D of PZ എടുത്തു, അത് D3 എന്ന് എടുത്തു. അപ്പം D3 എന്തായിരിക്കും? ഇതിനേക്കാളും ഷോർട്ട് ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഒരിക്കലും ഗ്രേറ്റർ ആയിരിക്കില്ല. D of PZ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു D of PQ പ്ലസ് D of QZ. അപ്പോൾ ഇതൊക്കെ ആ ഡിസ്റ്റൻസ് മെഷേഴ്സിലുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. മനസ്സിലായോ പറഞ്ഞ? സനില ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് മെഷേഴ്സ് 2-3 ടൈപ്പ് ഡിസ്റ്റൻസ് മെഷേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തത് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് കേട്ടോ. ഒന്നാമത്തത് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്. എങ്ങനെയാണ് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഡിസ്റ്റൻസ് മെഷർ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്. ഓക്കെ, യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്. രണ്ടാമത്തത് നമ്മൾ പഠിക്കുന്നത് D4 ഡിസ്റ്റൻസ് കേട്ടോ. D4 ഡിസ്റ്റൻസ്. ഇതിനെ സിറ്റി ബ്ലോക്ക് ഡിസ്റ്റൻസ് എന്നും കൂടി വിളിക്കും കേട്ടോ. സിറ്റി ബ്ലോക്ക് ഡിസ്റ്റൻസ്. ആൻഡ് തേർഡ് വൺ ഈസ് D8 ഡിസ്റ്റൻസ്. ഇതിനെ ചെസ് ബോർഡ് ഡിസ്റ്റൻസ് എന്നും കൂടി വിളിക്കും. ഓക്കെ, ദീസ് ആർ ദ മേജർ 3 ഡിസ്റ്റൻസ് മെഷേഴ്സ് ഇൻ ഇമേജ് പ്രോസസ്സിംഗ്. ഓക്കെ, അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ തിയറി ചോദിക്കാറുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്. യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പിയും ക്യൂ, നേരത്തെ പറഞ്ഞതുപോലെ പിയും ക്യൂ ആണ് നമ്മളെ 2 പിക്സൽസ്.
അപ്പോൾ പിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ, മറ്റേതിന്റെ എസ് ടി. പിന്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആൻഡ് ദിസ് ഈസ് എസ് ടി അല്ലേ? അപ്പോൾ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം. എങ്ങനെ മെഷർ ചെയ്യാം? ഞാൻ ഡി ഇ ഓഫ് പി ക്യൂ എഴുതുവാണ്. അപ്പം റൂട്ട് ഓഫ് അതിന്റെ കോർഡിനേറ്റ്സ് എടുക്കുക എക്സ് മൈനസ് എസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ടി ഹോൾ സ്ക്വയർ. അപ്പോൾ അതായിരിക്കും യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് എക്സ് മൈനസ് എസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ടി ഹോൾ സ്ക്വയർ അല്ലേ? ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആയി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അഭിജിത്ത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അത് കോർഡിനേറ്റ്സ് എടുക്കുക. പി എന്ന് പറഞ്ഞ പിക്സലിന്റെ കോർഡിനേറ്റ് എടുത്തു, ക്യൂ എന്ന് പറഞ്ഞ പിക്സലിന്റെ കോർഡിനേറ്റ് എടുത്തു. അത് രണ്ടും തമ്മിലുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എക്സ് ഓഫ് റൂട്ട് ഓഫ് എക്സ് ഓഫ് എസ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഓഫ് ടി മൈനസ് ഹോൾ സ്ക്വയർ ആയിരിക്കും കേട്ടോ, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. നെക്സ്റ്റ് വരുന്നത് D4 ഡിസ്റ്റൻസ്. D4 പി ക്യൂ, D4 ഓഫ് പി ക്യൂ. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡ് എക്സ് മൈനസ് എസ് പ്ലസ് വൈ മൈനസ് ടി ആയിരിക്കും. മോഡ് എക്സ് മൈനസ് എസ് പ്ലസ് വൈ മൈനസ് ടി ആയിരിക്കും. ഓക്കെ. അപ്പം എക്സ് മൈനസ് എസ് പ്ലസ് വൈ മൈനസ് ടി ആയിരിക്കും ഇതിന്റെ നമ്മുടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമുക്ക് കിട്ടുന്ന വാല്യൂ D4, ഇവിടെ ഒരു പിക്സൽ ഉണ്ടെന്ന് ആയിരിക്കും, പി എന്ന് പറയുന്ന ഒരു പിക്സൽ ഉണ്ടെന്നായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ പി എന്ന് പറഞ്ഞ പിക്സൽ മെഷർ ചെയ്ത്, അപ്പോൾ D4 ഈ D4 ഓഫ് പി ക്യൂ എന്ന് 1 ആണെന്ന് ആയിരിക്കും. 1 ആണ് നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ 1 ആണെങ്കിൽ പിന്ന് 1 യൂണിറ്റ് ദൂരെയുള്ള പിക്സൽസ് നമ്മൾ എഴുതണം, വരക്കണം. അങ്ങനെയാണെങ്കിൽ ആ പിക്സൽസിന്റെ വാല്യൂ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇപ്പം 1 ഡിസ്റ്റൻസ് ഉള്ള പിക്സൽസ് ഞാൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? 1 ആണ് ഡിസ്റ്റൻസ്. 1 ആണെങ്കിൽ D4 ഓഫ് പി ക്യൂ, ഇതൊക്കെ ക്യൂ ആണെങ്കിൽ, ക്യൂ ആയിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ 1 വരുന്ന സമയത്ത് ഈ ലൊക്കേഷനിലുള്ള പിക്സൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതും തമ്മിലുള്ള D4 ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതും തമ്മിലുള്ള D4 ഓഫ് പി ക്യൂ 1 ആയിരിക്കും. ഇതും തമ്മിലുള്ള D4 നിങ്ങൾ ഇക്വേഷൻ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി ഇത് 1 മാറി ഞാൻ 2 ആക്കി. പിന്ന് ക്യൂയിലേക്കുള്ള D4 ഓഫ് പി ക്യൂ, അതായത് ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും കേട്ടോ. ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും, പോരാത്തതിന് ഇവിടെയും കൂടി വരും. ഇതൊക്കെ പി എന്ന് പറഞ്ഞ പിക്സലിന് 2 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉള്ള പിക്സൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കും. അപ്പോൾ D4 ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഡിസ്റ്റൻസ് ഈസ് 1, പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പിക്സൽസ് എല്ലാം എന്തായിരിക്കും? 4th നെയ്ബർഹുഡ് ആയിരിക്കും. 1 വരുന്ന പിക്സൽസ് എല്ലാം ഇതിന്റെ 4th നെയ്ബർഹുഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇതൊക്കെ 4th നെയ്ബേഴ്സ് അല്ലേ പിന്റെ. ഓക്കെ, അതാണ് D4 ഓഫ് പി ക്യൂ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് D8 ഡിസ്റ്റൻസ് ആണ്, D8 ഓഫ് പി ക്യൂ. ഇപ്പോൾ D8 ഓഫ് പി ക്യൂവിന്റെ ഇക്വേഷൻ എഴുതി വെച്ചോളൂ. D8 ഓഫ് പി ക്യൂ എന്ന് പറഞ്ഞാൽ D8 ഓഫ് പി ക്യൂ മാക്സിമം ഓഫ് എക്സ് മൈനസ് മോഡ് എക്സ് മൈനസ് എസ്, മാക്സിമം ഓഫ് മോഡ് എക്സ് മൈനസ് എസ് കോമ വൈ മൈനസ് ടി ആയിരിക്കും. ഇതിന്റെ കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ മാക്സിമം നോക്കും. അതായിരിക്കും D8 ഓഫ് പി ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വരുന്നത് ഇപ്പോൾ സപ്പോസ് D8 ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് 1 ആണെന്നായിരിക്കും. സെൻറ്ററിലുള്ള പിക്സൽ പി ആണെങ്കിൽ നമുക്ക് കിട്ടുക ഈ ഇവിടെയുള്ള വാല്യൂസ് ആയിരിക്കും. അതായത് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അതായത് ഇതെല്ലാം D8 ഓഫ് പി ക്യൂ 1 ആയിട്ട് വരുമ്പോൾ ഉള്ള പിക്സൽസ് ആയിരിക്കും. ഇനി 2 ആകുന്ന കേസിൽ ഇങ്ങനെ കിട്ടും. ഒരു 2 കൂടെ ഉണ്ടല്ലേ. ഇതായിരിക്കും. അതായത് 2 ആകുമ്പോൾ D8 ഓഫ് പി ക്യൂ ആ ഡിസ്റ്റൻസ് 2 ആകുമ്പോൾ അതിന് ഉള്ള പിക്സൽസ്, സോറി ഇതും കൂടി ഉണ്ട്, ഇങ്ങനെ ആയിരിക്കും കിട്ടും. ഇതൊക്കെ
ഈ 2 എന്ന് എഴുതിയതൊക്കെ ഈ പിക്സൽസ് ഒക്കെ പി എന്നുള്ള ഡിസ്റ്റൻസ് 2 ആയിരിക്കും. D8 ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. 1 എഴുതിയതെല്ലാം പി എന്നുള്ള ഡിസ്റ്റൻസ് 1 ആയിരിക്കുമ്പോഴുള്ള വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും നോക്കുക. അപ്പോൾ D8 1 ആയിരിക്കുമ്പോഴുള്ള പിക്സൽസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഡിസ്റ്റൻസ് 1 ആയിരിക്കുമ്പോഴുള്ള ഇതിൻ്റെ 8th നെയ്ബർഹുഡ് ആയിരിക്കും കേട്ടോ. 8th നെയ്ബർഹുഡ് ആയിരിക്കും. 8th നെയ്ബർഹുഡ് പിക്സൽസ് ആയിരിക്കും D8 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഡിസ്റ്റൻസിലുള്ള പിക്സൽസ് എല്ലാം നമ്മുടെ സെൻട്രൽ പിക്സലിന്റെ 8th നെയ്ബർഹുഡ് ഒബേ ചെയ്യുന്ന പിക്സൽസ് ആയിരിക്കും. അപ്പോൾ മനസ്സിലായില്ല? പറഞ്ഞതെല്ലാം മനസ്സിലായില്ല? അഭിജിത്ത് ക്ലിയർ അല്ലേ? അശ്വിത? Sir, clear. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.